ഇരിക്കണം സാർ. എന്താ ജോൺ, എന്താ ഈ വരവിന്റെ ഉദ്ദേശം? മാഡം, ഫ്ലാറ്റിന്റെ കാര്യത്തിനൊരു തീരുമാനം. അതിന് ഞാൻ എന്റെ നിലപാട് ഞാൻ വ്യക്തമാക്കിയതാണല്ലോ ജോൺ. പിന്നെ അതിന്റെ പേരിലൊരു സംസാരം അത് വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. സംസാരം വേണമെന്നില്ല, പക്ഷെ ഞങ്ങൾക്ക് ആ ഫ്ലാറ്റ് അവിടെ വേണമെന്നുണ്ട്. എന്റെ അനുമതിയോടെ അതവിടെ പണിയില്ല. ഇനി നിങ്ങൾക്കതവിടെ കെട്ടിപ്പൊക്കിയേ മതിയാവൂ എന്നാണെങ്കിൽ ശ്രമിച്ചു നോക്കൂ. ഞാനും ശ്രമിച്ചു നോക്കാം അതവിടെ ഉയരാതിരിക്കാൻ. നിങ്ങളെന്താ മാഡം, വ്യവസായം വളരാൻ അനുവദിക്കില്ലേ? നിങ്ങളെപ്പോലുള്ള ബ്യൂറോക്രാറ്റുകളാണ് ഇവിടെ നശിപ്പിക്കുന്നത്. ഈ ഫ്ലാറ്റ് ഇവിടെ ഉയരുകയാണെങ്കിൽ എത്ര ആൾക്കാർക്കാണ് അന്നമായി മാറുക എന്നുള്ളത് അറിയാമോ? നിങ്ങളടക്കം 3-4 പേർക്ക് ആജീവനാന്തം അന്നമായി തീരാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ അതിനെ എതിർക്കുന്നത്. കടൽ കടന്നുപോയി നാട്ടിലൊരു ഫ്ളാറ്റ് ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്രവാസികൾക്ക് അറിയില്ലല്ലോ ഭാവിയിൽ അതിൽ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ചതിക്കുഴികളുണ്ടെന്ന്. ഭാവിയിൽ പൊളിച്ചു കളയാൻ പാകത്തിന് കെട്ടിപ്പൊക്കുന്ന ഈ ഫ്ളാറ്റ് കച്ചവടം കൊണ്ട് നിങ്ങൾ എന്ത് വ്യവസായമാണ് ഇവിടെ വളർത്താൻ ശ്രമിക്കുന്നത്? വ്യവസായം വളർത്തുന്നില്ല എന്ന് തൊണ്ടകീറി അങ്ങ് പറഞ്ഞല്ലോ. സംസ്ഥാനത്ത് വ്യവസായം മുരടിച്ച് എത്ര സ്വകാര്യ കമ്പനികളാണ് തുറന്നു പ്രവർത്തിക്കാനുള്ള ഒരു സമ്മതപത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്നതെന്ന് അറിയാമോ? എത്ര സ്വകാര്യ വ്യക്തികളാണ് തങ്ങളുടെ ബിസിനസ്സും കൊണ്ട് അന്യ സംസ്ഥാനങ്ങളിലേക്ക് കുടിയേറി പാർത്തതെന്നറിയാമോ? എത്രയെത്ര ഗവൺമെന്റ് സബ്സിഡിയിൽ വാങ്ങിക്കൂട്ടിയ മിഷനറികളാണ് തുരുമ്പെടുത്ത് മണ്ണിൽ ഇരുമ്പ് സമ്പത്തും ധാന്യ സമ്പത്തും കൂട്ടി കെട്ടിക്കിടക്കുന്നതെന്ന് അറിയാമോ?